Hi friends, welcome to Pre-Success Codes. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSC പരീക്ഷയിൽ സാധാരണയായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പഴയ PSC എക്സാമും അതുപോലെ തന്നെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, who called Buddha as the light of Asia? നമുക്കറിയാം ബുദ്ധ ഈസ് കോൾഡ് ആസ് ദ ലൈറ്റ് ഓഫ് ഏഷ്യ. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. ഹു ഈസ് കോൾഡ് ആസ് ദ ലൈറ്റ് ഓഫ് ഏഷ്യ? ആരാണ്? ബുദ്ധനാണ് ഏഷ്യയിലെ വെളിച്ചമെന്ന് അറിയപ്പെടുന്നത്. ദെൻ ഹു കോൾഡ് ബുദ്ധ ആസ് ദ ലൈറ്റ് ഓഫ് ഏഷ്യ? ആരാണ് ബുദ്ധനെ ഏഷ്യയുടെ വെളിച്ചം എന്ന് വിളിച്ചത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മാക്സ് മുള്ളർ, എഡ്വിൻ അർണോൾഡ്, ഹെർമൻ ഹീസ്, വില്യം ജോൺസ്. ഇതിലാരാണ് ബുദ്ധനെ ഏഷ്യയുടെ വെളിച്ചം എന്ന് വിളിച്ചത് എന്നാണ് ചോദ്യം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് എഡ്വിൻ അർണോൾഡ് ആണ്. അപ്പോൾ എഡ്വിൻ അർണോൾഡ് ആണ് ബുദ്ധനെ ഏഷ്യയുടെ വെളിച്ചം അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് വിളിച്ചത്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയറ്റാണ്. 1789 അദ്ദേഹം എഴുതിയ ലൈറ്റ് ഓഫ് ഏഷ്യ, ആ പുസ്തകത്തിലാണ് അദ്ദേഹം ബുദ്ധനെക്കുറിച്ച് അല്ലെങ്കിൽ ബുദ്ധനെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് വിളിച്ചിട്ടുള്ളത്. ആ പുസ്തകം ബുദ്ധനെ കുറിച്ചിട്ടുള്ള പുസ്തകം തന്നെയാണ്. സോ ആ ബുക്കിലാണ് അദ്ദേഹം ബുദ്ധനെ ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് വിളിച്ചത്. അപ്പോൾ ഹൂ കോൾഡ് ബുദ്ധ ആസ് ദ ലൈറ്റ് ഓഫ് ഏഷ്യ? ആരാണ്? എഡ്വിൻ അർണോൾഡ് ആണ് ബുദ്ധനെ ഏഷ്യയുടെ വെളിച്ചം എന്ന് വിളിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഈസ് ഇൻ ദ സ്റ്റേറ്റ്. ഏത് സ്റ്റേറ്റിലാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡ്, ബീഹാർ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്. ഇതിലേത് സ്റ്റേറ്റിലാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ വന്നത് ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡിലാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഉള്ളത്. 1957 ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ്സും അവരുടെ ലൊക്കേഷനും കൂടി ഞാൻ പറയുകയാണ്. ഫസ്റ്റ് വൺ, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ്, കർണാടകയിലാണ്. എന്താണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സിറ്റുവേറ്റഡ് ഇൻ കർണാടക സ്റ്റേറ്റ്. ദെൻ ടിസ്കോ, അതായത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, അതെവിടെയാണ്? ജാർഖണ്ഡിലാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ റൂർക്കല പ്ലാന്റ് എവിടെയാണ്? ഒറീസയിലാണ് റൂർക്കല പ്ലാന്റ്. ദെൻ ദുർഗാപൂർ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ബൊക്കാറോ, ജാർഖണ്ഡ്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ്സ് ആണ് നോട്ട് ചെയ്ത് വെക്കുക, പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളതാണ്. സോ ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലാണ്, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് കർണാടകയിലാണ്, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ജാർഖണ്ഡാണ്. ദെൻ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഒറീസയിലാണ്, ദുർഗാപൂർ വെസ്റ്റ് ബംഗാളാണ്, ബൊക്കാറോ ജാർഖണ്ഡാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്ലോഗൻ നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെൻറ്റേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. ദ സ്ലോഗൻ നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെൻറ്റേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. ഫ്രഞ്ച് റെവല്യൂഷൻ, അമേരിക്കൻ റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് അമേരിക്കൻ റെവല്യൂഷൻ ആണ്. സോ ദ സ്ലോഗൻ നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെൻറ്റേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് അമേരിക്കൻ റെവല്യൂഷൻ. അമേരിക്കൻ റെവല്യൂഷൻ്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 1765 to 1783, ആ ഒരു ഡ്യൂറേഷനിലായിരുന്നു റെവല്യൂഷൻ നടന്നിരുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ദ സ്ലോഗൻ നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെൻറ്റേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് അമേരിക്കൻ റെവല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കളർ ഹാസ് ദി ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്? വിച്ച് കളർ ഹാസ് ദി ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്? വയലറ്റ്, റെഡ്, ഇൻഡിഗോ, ബ്ലൂ. ഇതിലേത് കളറിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ റെഡ് ആണ്. ഈ വേവ് ലെങ്ത്തും ഫ്രീക്വൻസി എന്ന് പറയുന്ന ടേമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ഉള്ള കളറിനായിരിക്കും ഷോർട്ടസ്റ്റ്
ഫ്രീക്വൻസി ഉണ്ടാവുക. അപ്പോൾ നോക്കി നമ്മൾ പറഞ്ഞു റെഡിന് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ആണെന്ന് പറഞ്ഞു. ഷോർട്ടസ്റ്റ് ഫ്രീക്വൻസിയും ഏതിന് തന്നെയാണ്? റെഡിന് തന്നെയാണ്. സോ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ബോത്ത് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇനി നേരെ തിരിച്ച് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേതാണ്? വയലറ്റ് ആണ്. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്തും ലോങ്ങസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് വയലറ്റിനാണ്. ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്തും ഷോർട്ടസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് റെഡ് കളറിനാണ്. ഈ റെഡും വയലറ്റ് എന്ന് പറയുന്നത് വിബ്ജിയോറിൽ എക്സ്ട്രീമിൽ കിടക്കുന്ന കളേഴ്സാണ് അല്ലേ? വിബ്ജിയോർ, വയലറ്റ് ഇൻഡിഗോ, ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ്. വിബ്ജിയോറിൻ്റെ എക്സ്ട്രീമിൽ കിടക്കുന്നതാണ് വയലറ്റും റെഡും എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഉള്ള രണ്ട് കളേഴ്സാണ് വൈറ്റും ബ്ലാക്കും. വൈറ്റും ബ്ലാക്കും. എല്ലാ കളേഴ്സിനെയും അബ്സോർബ് ചെയ്യുന്ന കളർ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? ബ്ലാക്ക് ആണ്. എല്ലാ കളറിനെയും റിഫ്ലക്റ്റ് ചെയ്യുന്ന കളറോ? വൈറ്റ് ആണ്. അതുപോലെ തന്നെ ചൂടിനെ ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന കളർ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതും ബ്ലാക്ക് ആണ്. എന്നാൽ ചൂടിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കളർ ഏതാണ്? വൈറ്റ് ആണ്. അപ്പോൾ റെഡും വയലറ്റിനും ഇമ്പോർട്ടൻസ് ഉള്ളതുപോലെ തന്നെ ബ്ലാക്കിനും വൈറ്റിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. നോർമൻ ബെർലോങ് ഈസ് റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് ഡാഷ്. നോർമൻ ബെർലോങ് ഈസ് റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് ഡാഷ്. വൈറ്റ് റെവല്യൂഷൻ, ഗ്രീൻ റെവല്യൂഷൻ, ബ്രൗൺ റെവല്യൂഷൻ, സിൽവർ റെവല്യൂഷൻ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഗ്രീൻ റെവല്യൂഷനാണ്. പക്ഷെ നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണ്? MS സ്വാമിനാഥനെയാണ് ഗ്രീൻ റെവല്യൂഷനായിട്ട് ലിങ്ക് ചെയ്ത് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ? ഇന്ത്യയിലെ ഗ്രീൻ റെവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് MS സ്വാമിനാഥൻ. നോർമൻ ബെർലോങ് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷനായിട്ട് കണക്കാക്കപ്പെടുന്ന ആളാണ്. ഇന്ത്യയിൽ ചോദിക്കുകയാണെങ്കിലാണ് MS സ്വാമിനാഥൻ വരും. ഇനി എന്താണ് ഈ ഗ്രീൻ റെവല്യൂഷൻ, വൈറ്റ് റെവല്യൂഷൻ, ബ്രൗൺ റെവല്യൂഷൻ അല്ലെങ്കിൽ സിൽവർ റെവല്യൂഷൻ ഒക്കെ പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ അഗ്രികൾച്ചറൽ ഫീൽഡിൽ ഓരോ ക്രോപ്പിൻ്റെയും പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോ സ്കീംസാണ് ഈ റെവല്യൂഷൻസിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ബ്ലാക്ക് റെവല്യൂഷൻ. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പെട്രോളിയം. പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കീമാണ് ബ്ലാക്ക് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ബ്ലൂ റെവല്യൂഷൻ എന്താണ്? ഫിഷിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുക, അതിന് വേണ്ടിയിട്ടാണ് ബ്ലൂ റെവല്യൂഷൻ. ബ്രൗൺ റെവല്യൂഷൻ ആണെങ്കിലോ ലെതറും അതുപോലെ തന്നെ കൊക്കോ, ലെതറിൻ്റെയും കൊക്കോൻ്റെയും പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രൗൺ റെവല്യൂഷൻ. ഗോൾഡൻ ഫൈബർ റെവല്യൂഷൻ എന്താണ്? ജൂട്ടിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനാണ് ഗോൾഡൻ ഫൈബർ റെവല്യൂഷൻ. ദെൻ ഗോൾഡൻ റെവല്യൂഷൻ ഉണ്ട്. എന്താണ് ഗോൾഡൻ റെവല്യൂഷൻ? ഫ്രൂട്ട്സിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഗോൾഡൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷൻ ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രീൻ റെവല്യൂഷൻ, ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത് നോർമൻ ബെർലോങ് ആണ്. ഗ്രീൻ റെവല്യൂഷൻ എന്താണ്? നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ റെവല്യൂഷൻ. അടുത്ത പറയുന്നത് ഗ്രേ റെവല്യൂഷനാണ്. അതായത് ഫെർട്ടിലൈസേഴ്സിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രേ റെവല്യൂഷൻ. പിങ്ക് റെവല്യൂഷൻ ആണെങ്കിലോ ഓണിയൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനാണ് പിങ്ക് റെവല്യൂഷൻ. റെഡ് റെവല്യൂഷൻ ഇസ് അസോസിയേറ്റഡ് വിത്ത് മീറ്റ് ആൻഡ് ടൊമാറ്റോ. മീറ്റിൻ്റെയും ടൊമാറ്റോൻ്റെയും പ്രൊഡക്ഷൻ കൂട്ടാൻ റെഡ് റെവല്യൂഷൻ ഉണ്ട്. റൗണ്ട് റെവല്യൂഷൻ പൊട്ടറ്റോ പ്രൊഡക്ഷൻ കൂട്ടാനാണ് റൗണ്ട് റെവല്യൂഷൻ. ദെൻ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു ഗോൾഡൻ ഫൈബർ റെവല്യൂഷൻ പറഞ്ഞു. അതുപോലെ തന്നെ ഉള്ളതാണ് സിൽവർ ഫൈബർ റെവല്യൂഷൻ. സിൽവർ ഫൈബർ റെവല്യൂഷൻ എന്ന് പറയുന്നത് കോട്ടൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനാണ്. അങ്ങനെയാണെങ്കിൽ സിൽവർ റെവല്യൂഷൻ എന്താണ്? എഗ്ഗിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനാണ് സിൽവർ റെവല്യൂഷൻ. വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് മിൽക്ക് പ്രൊഡക്ഷനും യെല്ലോ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഓയിൽ സീഡുമാണ്. അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. ചിലപ്പോഴെങ്കിലുമൊക്കെ പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.